നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. യമനിലേക്ക് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇറാനിലെ ജലക്ഷാമത്തിന് ഇപ്പോൾ പരിഹാരവുമായിട്ട് ഇറാന്റെ തന്നെ സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രയേലിൽ നടക്കുന്ന പ്രക്ഷോഭം അത് ആശങ്കയിൽ ആഴ്ത്തുന്നത് നെതന്യാഹുവിനെയും അതുപോലെ തന്നെ ഇസ്രയേലി സർക്കാരിനെയുമാണ്. ആദ്യത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രയേൽ യമനിലേക്ക് നടത്തിയ ഒരു ആക്രമണമാണ്. സന നഗരത്തിന് തെക്ക് ഭാഗത്തായിട്ടുള്ള ഹസീസ് പവർ പ്ലാന്റിന് നേരെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു തീപിടുത്തം അതിപ്പോൾ നിയന്ത്രണ വിധേയമായി എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഹൂതികൾക്ക് എപ്പോഴും ഇറാന്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഹൂതികൾ ഇസ്രയേലിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ അത് ഇസ്രയേലി ഡിഫൻസ് സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇസ്രയേലിലേക്ക് കടന്നു കയറി നാശം വിതയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള നിരവധി പത്രമാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകളാണ് പബ്ലിഷ് ചെയ്തത്. ഇത് കൂടാതെ തന്നെ ചെങ്കടലിലേക്ക് പോകുന്ന ഇസ്രയേലി കപ്പലുകളെ ലക്ഷ്യമാക്കിക്കൊണ്ടും ഹൂതികൾ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇസ്രയേലിന്റെ തന്നെ ഏലാത്ത് തുറമുഖം ഹൂതികളുടെ ഈ ആക്രമണം കാരണം യാതൊരുവിധ കപ്പലുകളും അടുക്കാതെ അടച്ചിടേണ്ടി വന്നു. അതായത് ഈ തുറമുഖം തന്നെ അടച്ചിടേണ്ട ഒരു അവസ്ഥ ഇസ്രയേലിന് നേരിടേണ്ടി വന്നു. അതായത് മൊത്തത്തിൽ ഹൂതികളെ കൊണ്ട് ഇസ്രയേൽ നട്ടം തിരിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ നടത്തിയ ഈ ഒരു ആക്രമണം, അതായത് ഇസ്രയേൽ യമനിലേക്ക് നടത്തിയ ഈ ഒരു ആക്രമണം അതിനുള്ള മറുപടിയാണ് എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ പറയുന്നത്. നാവികസേനയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഇത്തരം ഒരു ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ ഇതിനെ തുടർന്ന് ഇസ്രയേൽ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. ഇസ്രയേലി നഗരങ്ങൾ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. കാരണം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിലേക്ക് നിരവധി തവണ ഡ്രോൺ ആക്രമണം അതുപോലെ തന്നെ മിസൈൽ ആക്രമണം എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്തരം ആക്രമണങ്ങൾ ഇസ്രയേലി നഗരങ്ങളെ വിറപ്പിക്കുന്നത് നമ്മൾ കണ്ട കാഴ്ചയാണ്. അതിനാൽ തന്നെ ഇസ്രയേൽ ജാഗ്രതയിലാണ് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന ഇസ്രയേലിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ മറ്റു ചില ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു പക്ഷേ തിരിച്ചടി ഉണ്ടായേക്കില്ല എന്ന രീതിയിലും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രയേൽ യമനിലെ എനർജി ഇൻഫ്രാസ്ട്രക്ചറുകൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആക്രമണം നടത്തിയത്. അതിനാൽ തന്നെ ഇതൊരു വലിയ ആക്രമണം എന്ന രീതിയിൽ കാണാൻ സാധിക്കില്ല എന്നാണ് ചില മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഒരു പക്ഷേ തിരിച്ചടിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഈ പത്രമാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിദേശ മാധ്യമങ്ങൾ എടുത്തു കാണിക്കുന്ന മറ്റൊരു വാർത്തയാണ് ഇറാനിലുള്ള ജലപ്രതിസന്ധി. അതായത് ഇറാനിലുള്ള ഡാമുകളിൽ ഏകദേശം 12ഓളം ഡാമുകളിൽ 10% താഴെ മാത്രമേ ജലലഭ്യതയുള്ളൂ എന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. കുടിവെള്ളത്തിനും അതുപോലെ തന്നെ കൃഷിക്കുമായിട്ട് ഇറാൻ ബുദ്ധിമുട്ടുന്നു എന്ന രീതിയിലും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ മീഡിയ ഇത്തരമൊരു വാർത്ത കാര്യമായി തന്നെ കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറാൻ അവരുടെ ജലക്ഷാമത്തിനുള്ള പരിഹാരം കാണാൻ പോവുകയാണ് എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. പേർഷ്യൻ ഗൾഫ് തീരത്ത് ഡെസ്റ്റിലേഷൻ പ്ലാന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് കടൽ വെള്ളം അത് കുടിവെള്ളമാക്കി മാറ്റാനായിട്ടുള്ള ഒരു പദ്ധതിയും, അതായത് കടൽ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് കുടിവെള്ളമാക്കിയെടുക്കുന്ന ഒരു പദ്ധതിയും അതുപോലെ തന്നെ ചെറുതും വളരെയധികം കാര്യക്ഷമമായിട്ടുള്ള ഡാമുകളും നിർമ്മിക്കാനായിട്ടും ഇറാൻ പോകുകയാണ് എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ കൃഷിക്ക് ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമായിട്ടുള്ള വിളകളെ എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് വെള്ളം മാത്രം ആവശ്യമുള്ള വിളകൾ ഉപയോഗിക്കാനായിട്ട് കർഷകരെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്ന രീതിയിലുള്ള ഒരു പദ്ധതിയും ഇറാൻ ആവിഷ്കരിക്കുന്നുണ്ട്. ഇതിലൂടെ എല്ലാം തന്നെ ഇറാനിലുള്ള ഈ ഒരു ജലപ്രതിസന്ധി അത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഇറാൻ പറയുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രയേലിന്റെ തലസ്ഥാനമായിട്ടുള്ള ടെൽ-അവീവിൽ നിന്നാണ്. ടെൽ-അവീവിൽ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. നിരവധി പേരാണ് ഇപ്പോൾ ബന്ധിമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ ഇതിനു മുമ്പും വന്നിട്ടുള്ളതാണ്. ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. കാരണം ആ ഒരു പ്രതിഷേധം അത് കനക്കുന്നു എന്ന രീതിയിലാണ് ഇസ്രയേലിൽ നിന്ന് വരുന്ന വാർത്തകൾ പറയുന്നത്. ഇസ്രയേലിന്റെ തന്നെ മാധ്യമമായിട്ടുള്ള ടൈംസ് ഓഫ് ഇസ്രയേൽ ആണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇസ്രയേലിൽ തന്നെയുള്ള കംബ്ലൻ ജംഗ്ഷനിൽ തടിച്ചുകൂടിയിട്ടുള്ള ജനങ്ങൾ അവിടെയുള്ള റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.
അവർ പറയുന്ന ഒരു കാര്യം യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ്. കരാറിലെത്തുക, യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ഇവർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇവർ ഒത്തുകൂടി പ്രതിഷേധിക്കുന്ന ഈ ഒരു ജംഗ്ഷൻ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം ടെൽ അവീവിന്റെ ഹൃദയഭാഗം എന്നാണ് ഈ ഒരു പ്രദേശത്തെ അറിയപ്പെടുന്നത്. വലിയ ഓഫീസ് കെട്ടിടങ്ങളും സർക്കാർ മന്ദിരങ്ങളും എല്ലാം തന്നെ ഈ ഒരു ജംഗ്ഷന് ചുറ്റുമാണുള്ളത്. ഇവിടെയാണിപ്പോൾ ആയിരക്കണക്കിന് സമരക്കാർ ഒത്തുകൂടിയിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സമരം കൊണ്ട് അവർ ഇസ്രയേലി നേതൃത്വം, അതായത് ഇസ്രയേലി ഗവൺമെന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്.